ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും സന്തോഷമായിരിക്കണമെങ്കിൽ, ആളുകളുടെ കണ്ണിൽ ബഹുമാനം വേണമെങ്കിൽ, ആരും നിങ്ങളെ നിസ്സാരമായി കാണാതെ ഇരിക്കണമെങ്കിൽ, ഇന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. നല്ലവളായ പാവം സ്ത്രീയായി ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. ഇന്നത്തെ ലോകത്ത് സന്തോഷമായിരിക്കാനും മുന്നേറാനും സുരക്ഷിതരായിരിക്കാനും സാധിക്കുന്നത് ഹൃദയത്തോടൊപ്പം ബുദ്ധിയും സാമർഥ്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ്. കാരണം സത്യമെന്തെന്നാൽ ഈ ലോകം പലപ്പോഴും നന്മയെ ബലഹീനതയായിട്ടാണ് കാണുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. എല്ലാവരോടും എപ്പോഴും ശരി എന്ന് പറയുന്ന സ്ത്രീകളല്ലേ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്? എല്ലാ ബന്ധങ്ങളും ആത്മാർത്ഥമായി കൊണ്ടുപോകുന്നവരല്ലേ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത്? എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേറ്റ സ്ത്രീകളാണ് എനിക്ക് എന്തു പറ്റി എന്ന് സ്വയം ചോദിക്കുന്നത്. എല്ലാ സാഹചര്യത്തിലും നല്ല സ്ത്രീയായിരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ആളുകൾ അങ്ങനെയുള്ളവരെ മുതലെടുക്കും. അവളുടെ മൗനത്തെ അവളുടെ ഗതികേടായി കാണും. എന്നാൽ മറ്റു തരം സ്ത്രീകളുണ്ട്. അവർ അധികം സംസാരിക്കില്ല. അവർ എല്ലാ കാര്യത്തിലും എടുത്തു ചാടി പ്രതികരിക്കില്ല. പക്ഷേ മുന്നിലുള്ള ആളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങളെ മാറ്റിയെടുക്കും. അവർ ആരെയും ആശ്രയിക്കുന്നില്ല എങ്കിലും ആളുകൾ അവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതിനു കാരണം അവരുടെ കയ്യിൽ വെറും വികാരങ്ങൾ മാത്രമല്ല ഉള്ളത്. അവർക്ക് അറിവും അതിരുകളും തന്ത്രങ്ങളും അറിയാം. ഈ വീഡിയോ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ സിനിമയിൽ നിന്നോ എടുത്തതല്ല. ഇത് ചതിക്കപ്പെട്ട, വേദന സഹിച്ച് വീണെടുത്തു നിന്നും പഠിച്ചെഴുന്നേറ്റ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. അനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ത്രീകളുടെ കഥയാണിത്. എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതല്ല ബുദ്ധിയെന്നും സഹിക്കുന്നതല്ല ശക്തിയെന്നും അവർ തിരിച്ചറിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 9 ശക്തമായ വഴികളെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ വില കളയാൻ സാധിക്കാത്ത വിധം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ, മാനസികമായി ശക്തിയാകണമെങ്കിൽ, ബഹളങ്ങളില്ലാത്ത നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. സന്തോഷം എന്നത് യാദൃശ്ചികമായി കിട്ടുന്നതല്ല. അത് ബുദ്ധിയുള്ള ഒരു മനസ്സിൻ്റെ തീരുമാനമാണ്. ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. കാരണം ജീവിതത്തിലെ വലിയ സത്യങ്ങൾ പലപ്പോഴും കഥകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. മായ വളരെ പാവമായിരുന്നു. എത്ര പാവമെന്നാൽ ആളുകൾ അവളെ നല്ല സ്ത്രീയെന്നും പൊട്ടിയെന്നുമായിരുന്നു വിളിച്ചിരുന്നത്. ഓഫീസിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അവളായിരുന്നു. പക്ഷേ അഭിനന്ദനങ്ങളും ക്രെഡിറ്റും വരുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും പേരിലാകും. വീട്ടിൽ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും. അവൾക്ക് ഒരു താങ്ങ് ആവശ്യം വരുമ്പോൾ അവിടെ ആരും ഉണ്ടാകാറില്ല. ഭർത്താവ് പറയും, നീ വല്ലാതെ ഇമോഷണലാണ്. വീട്ടുകാർ പറയും, നീ എല്ലാ കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. സ്വന്തം വീട്ടുകാർ പറയും, പെണ്ണായാൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. ഓരോ രാത്രിയിലും തലയിണയിൽ മുഖമമർത്തി തന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എവിടെയാണ് മായയുടെ ഏറ്റവും വലിയ തെറ്റ്? നല്ലവളായിരുന്നാൽ എല്ലാം ശരിയാകുമെന്നവൾ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. കൂടുതൽ സ്നേഹം കൊടുത്താൽ തിരിച്ചും സ്നേഹം കിട്ടും എന്നവൾ കരുതി. മിണ്ടാതെ ഇരുന്നാൽ ബന്ധങ്ങൾ നിലനിൽക്കുമെന്നും സഹിച്ചാൽ സാഹചര്യങ്ങൾ നന്നാകുമെന്നും അവൾ വിചാരിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആളുകൾ അവളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവളുടെ വില കുറഞ്ഞു. കാരണം ചോദിക്കാതെ എല്ലാം നൽകുന്നവരുടെ അടുത്തു നിന്നും ആളുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഒരു ദിവസം മാറ്റം സംഭവിച്ചു. ഒരു മോട്ടിവേഷൻ സ്പീക്കറും വന്നില്ല. കയ്യിൽ വലിയ പുസ്തകവും ഇല്ലായിരുന്നു. ലളിതമായ ഒരു വാചകം അവളെ പിടിച്ചുലച്ചു. നീ നിനക്ക് എത്രത്തോളം വില നൽകുന്നുവോ അത്രയും വിലയെ ലോകം നിനക്ക് നൽകൂ. അന്നാണ് മായ ആദ്യമായി മനസ്സിലാക്കിയത്. പ്രശ്നം അവളുടെ വികാരങ്ങളല്ല, മറിച്ച് എല്ലാം വിട്ടുകൊടുക്കുന്ന അവളുടെ സ്വഭാവമാണെന്ന്. അന്നവൾ കരച്ചിൽ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. എല്ലാത്തിനും മറുപടി നൽകേണ്ടതില്ലെന്നും എല്ലാ ഉപകാരങ്ങളും മറക്കുന്നത് ബുദ്ധിയല്ലെന്നും മനസ്സിലുള്ളതെല്ലാം എല്ലാവരോടും പറയുന്നത് മണ്ടത്തരമാണെന്നും അവൾ പഠിച്ചു. ഇവിടെയാണ് സാമർഥ്യമുള്ള ബുദ്ധിയുള്ള സ്ത്രീയുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്.
സാമർഥ്യമുള്ള ബുദ്ധി എന്നാൽ കള്ളം പറയില്ല, ആരെയും ഉപദ്രവിക്കലല്ല, മറിച്ച് സ്വയം വിഡ്ഢിയാകാതിരിക്കാനുള്ള കഴിവാണ്. കാരണം സത്യം എന്തെന്നാൽ ഈ ലോകം വികാരങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നടക്കുന്നത്. ഇത് എത്ര വേഗത്തിൽ ഒരു സ്ത്രീ മനസ്സിലാക്കുന്നുവോ അത്ര വേഗത്തിൽ അവൾ ജീവിതത്തിൽ വിജയിക്കും.